ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ സഹോദരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തെന്നാണ് പരാതി. ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി ലഭിച്ചത്. വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. വിജീഷ്, എന്താണ് ഈ പുതിയ പരാതി? അനിഷ, ഇതിനകത്ത് ഇപ്പോൾ 6 ദിവസം, അതായത് യാത്ര കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ പോലീസിൽ വൈകിട്ടോടുകൂടി ഒരു ഇമെയിൽ സന്ദേശത്തിലാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത്. ഷിംജിതയുടെ സഹോദരൻ ഷിംജിതയ്ക്ക് വേണ്ടി പരാതി നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് 16-ാം തീയതി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ഒരാൾ സഹോദരിയെടുത്ത് ഷിംജിതയുടെ അടുത്ത് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരാതിയോ മറ്റു കാര്യങ്ങളോ ഉയർന്നിരുന്നില്ല. ഇതിനകത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം ഈ യാത്ര ചെയ്ത ബസ്സിലെ ജീവനക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ച ഘട്ടത്തിലാണ് ഈ ബസ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു സംഭവം ബസ്സിൽ നടന്നു എന്നുള്ള കാര്യം പോലും അറിയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ബസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടായതായിട്ടും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഷിംജിതയുടെ അറസ്റ്റ് നടന്നു, റിമാൻഡ് ചെയ്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഷിംജിതയുടെ സഹോദരൻ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പയ്യന്നൂർ പോലീസിൽ ഷിംജിതയുടെ സഹോദരനായിട്ടുള്ള സിയാദാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഇതാണ്: പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ഷിംജിതയ്ക്ക് നേരെ ഒരാൾ അപമര്യാദയായി പെരുമാറി ശല്യം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അനീഷ. ബിജീഷ്, ഇപ്പോൾ ഷിംജിതയെ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലാണ്. അപ്പം ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ടുള്ള സൂചനകളൊന്നും ഇല്ല. ആ ജീവനക്കാരുടെ മൊഴി പറയുന്നുണ്ട്, കുടുംബത്തിന്റെ മൊഴി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഈ പരാതിക്ക് ഇപ്പോൾ എന്താണ് പ്രസക്തി എന്ന ചോദ്യം കൂടിയില്ലേ? തീർച്ചയായും ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. കാരണം നേരത്തെ ഇത് സംബന്ധിച്ചുള്ള യാതൊരു പരാതിയും ഷിംജിതയോ അല്ലെങ്കിൽ ഷിംജിതയുടെ ബന്ധുക്കളോ നൽകിയിരുന്നില്ല. ബസ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ സംഭവം ഉണ്ടായതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ബസ് ജീവനക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഷിംജിത നേരത്തെ ഈ ദൃശ്യങ്ങളിലടക്കം ആരോപിച്ചതുപോലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പൊതുവിലയിരുത്തലാണ് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഷിംജിത അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നത്. ഏതായാലും നിയമപരമായി ഈ കേസിനെ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. ഇമെയിൽ വഴിയാണ് ഈ പരാതി ലഭിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആൾക്കാരും നേരിട്ട് ഹാജരായിട്ടില്ല. ഷിംജിതയുടെ സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിനകത്ത് പറയുന്നതും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരാൾ ഷിംജിതയെ ശല്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ അത്തരത്തിൽ ശല്യം ചെയ്തു എന്ന് പറയുന്നത് സാധൂകരിക്കത്തക്ക തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും ഈ ബസ്സിനകത്ത് ഉണ്ടായിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ഷിംജിത ഏതെങ്കിലും സംഭവം ഒരാൾ ശല്യം ചെയ്തു എന്നാണ് പറയുന്നത്. ആരാണ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പരാതിയിൽ. ആരാണ് എന്നുള്ളത് ഈ പരാതിയിനകത്ത് പറയുന്നില്ല. ഒരാൾ അപമര്യാദയായി പെരുമാറി ശല്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആര് എന്നുള്ളത് ഈ പരാതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും പോലീസിന് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഇമെയിൽ വഴി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിനകത്ത് ഈ ഷിംജിതയെ റിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ നിയമപരമായി ഈ കേസിനെ നേരിടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാകാം ഇത്തരത്തിൽ ഒരു പരാതി ഇമെയിൽ വഴി അയച്ചിരിക്കുന്നത്. അതൊരു പോലീസിൽ ഒരു പരാതി നിൽക്കട്ടെ എന്നുള്ള ധാരണയിൽ നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് കേസിന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള തരത്തിലായിരിക്കാം ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്നുള്ളതാണ് പൊതുവെ നിയമവിദഗ്ധരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സംഭവത്തിൽ പയ്യന്നൂർ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന അല്ലമീൻ എന്ന് പറയുന്ന പയ്യന്നൂർ രാമതളി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ബസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബസ്സിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ജീവനക്കാരിൽ നിന്ന് അന്ന് പോലീസ് തേടിയിരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ച ഘട്ടത്തിൽ മാത്രമാണ് ജീവനക്കാർ പോലും സംഭവം അറിയുന്നത്. ദൃശ്യങ്ങൾ ഈ ബസ്സിന്റെ മുതലാളിക്ക് ആരോ അയച്ചു കൊടുത്തിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത് നമ്മളുടെ ബസ് ഏതാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് അവർ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഈ CCTV ദൃശ്യങ്ങൾ, ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ജീവനക്കാർ പരിശോധിക്കുകയും ചെയ്തു. പക്ഷെ അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്ന ഏതെങ്കിലും തരത്തിലുള്ള ബഹളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒച്ചപ്പാടോ ഒന്നും നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇവർ ഈ ബസ്സിനകത്ത് കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ആദ്യം ഈ ഷിംജിത
ബസ്സിന്റെ മുൻ ഡോർ വഴി അകത്തേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് മുൻവശത്തെ ഡോർ വഴി തന്നെ ഈ പറയുന്ന മരണപ്പെട്ട ദീപക്കും ബസ്സിനകത്തേക്ക് കയറുന്നത്. അത് കഴിഞ്ഞുള്ള ദൃശ്യങ്ങളിൽ ബസ്സിനകത്ത് വലിയ തിരക്കാണ്. അതുകൊണ്ട് ബസ്സിനകത്ത് എന്ത് നടന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പക്ഷേ അസ്വാഭാവികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒച്ചപ്പാടോ ബസ്സിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ജീവനക്കാർ സ്പെഷ്യൽ ബ്രാഞ്ചിനും അതുപോലെ തന്നെ പോലീസിനും നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്.